പാലിലും എണ്ണയിലും പച്ചക്കറിയിലുമുള്ള മായം സ്വന്തമായി കണ്ടെത്തുവാനുള്ള ബോധവൽക്കരണം നൽകുകയാണ് എൻ്റെ കേരളം പ്രദർശന മേളയിലൂടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണവസ്തുക്കളിലെ മായം സ്വന്തമായി തന്നെ കണ്ടെത്തുവാനുള്ള ചില വിദ്യകളുമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായാലും അത് ഉണ്ടാക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും, ദൈനംദിന ആവശ്യങ്ങൾക്കായി നാം വീട്ടിൽ വാങ്ങുന്ന പാലിലും എണ്ണയിലും പച്ചക്കറിയിലുമുള്ള മായം സ്വന്തമായി തന്നെ കണ്ടെത്തുവാനുള്ള ചില വിദ്യകളുമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. പഴകിയതും മായവും കളറും കലർന്ന ഭക്ഷണ വസ്തുക്കൾ കഴിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് വഴിതെളിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ബോധവൽക്കരണം നൽകുകയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം. നിറമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾക്കാണ് ഏറ്റവും അധികം രുചി എന്നുള്ള ഒരു ധാരണ പലർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കളറുള്ള ജിലേബി ആയിരിക്കും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുക. പക്ഷേ ആ കളറുള്ള ജിലേബിക്ക് അതിനകത്ത് നിറം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ആ നിറം അത് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ നാച്ചുറൽ നിറം നമുക്ക് ആഡ് ചെയ്താൽ അത് പ്രശ്നമില്ല. പക്ഷേ എന്നിരുന്നാൽ സിന്തറ്റിക് കളറുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു കാര്യം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ രണ്ട് തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിറമല്ല രുചി എന്നുള്ള ഒരു ബാനറും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും സംശയമാണ്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന പാല് ഒറിജിനൽ ആണോ, അല്ലെങ്കിൽ എണ്ണയിൽ മായം ഉണ്ടോ. അപ്പം അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ നമുക്ക് വീട്ടിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ചില മാർഗങ്ങളാണ് നമ്മളിവിടെ നുറുക്ക് വിദ്യകൾ എന്ന് പറയാം. അത് FSSAI തന്നെ അംഗീകരിച്ചിട്ടുള്ള ഡാപ്റ്റ് ബുക്കിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മലയാളത്തിൽ നമ്മളിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായമോ പഴക്കമോ കണ്ടെത്തിയാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരാതി നൽകാമെന്നും അധികൃതർ വ്യക്തമാക്കി.